ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഈവനിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നമ്മൾ ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടിട്ട് ഞാൻ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞിട്ട് 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം അതുപോലെ നമുക്ക് പൊട്ടാറ്റോൻ്റെ എണ്ണം കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതൊന്ന് ഗ്രേറ്റർ വെച്ചിട്ട് ഈ ഒരു സൈസിൽ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ പൊട്ടാറ്റോസ് എല്ലാം ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ പൊട്ടാറ്റോ ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഈ പൊട്ടാറ്റോ നമുക്ക് നന്നായിട്ടൊന്ന് കൈവച്ച് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് ഊറ്റിയെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ പൊട്ടാറ്റോയിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതിന് കളറിന് വേണ്ടി കുറച്ച് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറോ അല്ലെങ്കിൽ സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച്. നമുക്കിനി മുളക് പൊടി ആവശ്യമില്ല എന്നാണെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇതുപോലെ നന്നായിട്ട് കൈവച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ പൊട്ടാറ്റോ ആയതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും. ഇനി നന്നായിട്ട് നമ്മളിത് കൈ പോലെ ഒരു ബോളാക്കിയിട്ട് ഇതിലെ വെള്ളമൊക്കെ ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് ബോളാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോ ബോൾസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി വരുന്ന ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് എല്ലാ സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് ഫുൾ ഫ്ലെയിമിലേക്ക് ഇട്ടെടുത്തതിന് ശേഷം ബോൾസിൻ്റെ കളർ മാറി വരും നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയി. ഇപ്പോൾ നമ്മളെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ പൊട്ടാറ്റോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചീസൊക്കെ വെച്ചിട്ടുണ്ടാക്കി കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിന് ടേസ്റ്റ് കുറവെന്നല്ല, നല്ല ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ച് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.